കോക്ടെയിൽ കണ്ടുപിടിയിരുന്ന ഉറക്കമാണ് കേട്ടോ. ഇവിടെ ഒരാൾ എൻ്റെ ഫോണെ കടിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽപ്പുണ്ട്. തൊമ്മ തൊമ്മ അമ്മ നമ്മുടെ അടുത്ത് ഒത്തിരി സബ്സ്ക്രൈബേഴ്സും ഒത്തിരി സുഹൃത്തുക്കളൊക്കെ ചോദിച്ചായിരുന്നു ഈ കൂടിന് മൊത്തം എത്രയായിരുന്നു. കൂടിന് മൊത്തം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലാം കൂടെ മീനും കൂടും കിളി എല്ലാം കൂടെ നമുക്ക് 2 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ തൊമ്മനെ അഴിച്ചുവിടാൻ വേണ്ടി പോവാണ്. അന്ന് നമ്മളാണെങ്കിൽ തൊമ്മനെ ഇട്ട് തിരിച്ചെടുത്തായിരുന്നു. കാര്യം പുതിയ കിളികൾ ഇട്ടപ്പോഴേക്കും തൊമ്മനെ അവർ കടിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് തൊമ്മനെ അഴിച്ചുവിടാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ വീഡിയോ പുതുതായിട്ട് കാണുന്നവർക്ക് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ വാതിൽ. ഞങ്ങൾ ഇതിനകത്തേക്ക് കയറും, എന്നിട്ട് ആ വാതിൽ അടയ്ക്കും. അത് കാണിച്ച് എന്നിട്ട് നമ്മളിവിടെ ലോക്ക് ചെയ്യും. ഇവിടെ ഒരു വാതിലുകളുണ്ട്, ഇത് തുറന്ന് നമ്മളകത്തേക്ക് കയറും. എന്നിട്ട് ഇത് അടച്ചു കഴിയുമ്പോഴേക്കും നമ്മുടെ കൂട് സെക്യൂർ ആണ്, കിളികളൊന്നും ഇറങ്ങി പോകത്തില്ല. നമ്മുടെ പുതിയ കിളികളെല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര സെക്യൂർ ആയിട്ട് നടക്കുന്നു കേട്ടോ. നമ്മൾ അതുപോലെ തന്നെ മേളിൽ ക്ലിയർ ഷീറ്റ് ഇട്ടായിരുന്നു കേട്ടോ. പിന്നെ നിങ്ങളിപ്പോൾ നോട്ടീസ് ചെയ്തൊരു കാര്യം കാണും, നമ്മൾ ഒരു ഫിൽട്രേഷൻ സിസ്റ്റം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ആവശ്യപ്പെട്ടായിരുന്നു കുളം ഇത്രയും വലുതല്ലേ, അപ്പോൾ ഒരു ഫിൽറ്റർ വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. ഫിൽറ്റർ വെച്ചിട്ട് ഫിൽറ്റർ ജസ്റ്റ് ഓൺ ചെയ്തോളൂ കേട്ടോ. ഞാൻ നിങ്ങൾ എല്ലാവരും ഒന്ന് കാണിച്ചത് കിളികളെല്ലാവരും ഇതിനടിയിലാണ് കേട്ടോ. ഇവന്മാർ രണ്ടുപേരും മടി പിടിച്ചത് ഇവിടെ ഇരിക്കുവാണ്. കോക്ടെയിൽ കണ്ടുപിടിയിരുന്ന ഉറക്കമാണ് കേട്ടോ. കാരണം ഇന്ന് മൊത്തം മഴയായിരുന്നു, അപ്പോൾ തണുപ്പൊക്കെ അടിച്ച് അവന്മാരോട് ഇരിക്കുവാണ്. ബാക്കിയുള്ളവന്മാർ ഇവിടെ ഹാപ്പി ആയിട്ട് നടക്കുന്നു. ഒത്തിരി ആൾക്കാർ ചോദിച്ചായിരുന്നു കിളികൾക്കെല്ലാം പേരിട്ടോന്ന്. ഒരാൾക്ക് മാത്രം പേരിട്ടു. ആർക്കാ? മമ്മി ഒരുത്തിന് പേരിട്ടിട്ടുണ്ട്, മാത്തുക്കുട്ടി കേട്ടോ. നല്ലപോലെ പറക്കാറായില്ല. മാത്തുക്കുട്ടി എന്ന് പറയുമ്പോഴേക്കും ഇവൻ ചെറുതാണ് കേട്ടോ. ഇവൻ തീരെ ചെറുതാണ്, നന്നായിട്ട് പറക്കുന്നില്ല. പുള്ളി അടിയിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടക്കത്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അവനെ കുറച്ച് ദിവസം കൂട്ടിൽ വെച്ചിരിക്കുവാണ്. പറക്കാറൊക്കെ ആയിക്കുമ്പോഴേക്കും നമ്മൾ ഇറക്കി വിടും. നിങ്ങൾക്ക് ഞാൻ ആ ഫിൽറ്റർ പുറത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മളിപ്പോൾ ഇത് ഓൺ ആക്കിയതേ ഉള്ളൂ. നമ്മുടെ കല്ലൊന്നും കഴുകിയിട്ടില്ലായിരുന്നു. ആ ഒരു ചെളിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഓൺ ആക്കിയിട്ട് 10 മിനിറ്റ് ആയുള്ളൂ. ഇവിടുന്ന് വെള്ളം ഇറങ്ങി വെള്ളം അങ്ങോട്ട് പൊക്കോളും. തൊമ്മ 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 തൊമ്മ. അപ്പോൾ നമ്മൾ തൊമ്മനെ അഴിച്ചു വിടാൻ വേണ്ടി പോവാണ് കേട്ടോ. അഴിച്ചു വിടുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. നീയും കൂടെ കേട്ടോ കേട്ടോ. തൊമ്മ നീയും കേട്ടോണേ. ഇടുതേണ്ട ഈ ആപ്ലിക്കേഷൻ്റെ പേരാണ് വിൻസോ ഗെയിംസ്. വിൻസോ ഗെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗെയിം കളിച്ച് റിയൽ പൈസ ഉണ്ടാക്കാം, അതും വളരെ ഈസി ആയിട്ട്. ഇതാണ്ട് ഈ ആപ്ലിക്കേഷനകത്ത് ഏകദേശം 40 മേളിൽ ഗെയിംസ് ഉണ്ട്. ഇത് കണ്ടോ, ഇവിടെ നമുക്ക് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഗെയിംസ് ലൈക്ക് കൈക്ക്, അതുപോലെ തന്നെ മെട്രോ സഫർ, ഫ്രീ ഫയർ, ലൂഡോ, ബബിൾ ഷൂട്ടർ, ക്യാരം, അങ്ങനെ ഒത്തിരി ഗെയിംസ് ഉണ്ട്. അതുപോലെ തന്നെ ക്രിക്കറ്റ് ഗെയിംസ് ഉണ്ട് കേട്ടോ. അത് മാത്രമല്ല വിൻസോയ്ക്കകത്ത് അവർ ഫാന്റസി സ്പോർട്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഓൺഗോയിങ് IPL വഴി നിങ്ങൾക്ക് 20,000 രൂപ വരെ ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഒരു ഗെയിം ആഡ് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇതിന്റെ പേര് ബ്രേക്ക് എന്നാണ്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ കളിക്കാനായിട്ട്. കൂടാതെ വേറൊരു കാര്യമുണ്ട്. നീ ഇപ്പോൾ വിൻസോ സൂപ്പർ സ്റ്റാറിൽ രജിസ്റ്റർ ചെയ്യുവാണെങ്കിൽ അതിനുശേഷമുള്ള ഓരോ റെഫറിനും നമുക്ക് 40 രൂപ വെച്ച് കിട്ടും. ഈ ഏണിങ്സ് ഉണ്ടല്ലോ, ഇത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കോ UPIയിലേക്കോ Paytmലേക്കോ നമുക്ക് ഡയറക്റ്റ് വിഡ്രോ ചെയ്യാൻ പറ്റും. ഇതൊന്നും അല്ല, ഇതിനകത്ത് ഏറ്റവും കൂൾ ആയിട്ടുള്ള ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ 3 രൂപ വരെ നമുക്ക് മിനിമം ആയിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ കൂടുതൽ വെയിറ്റ് ചെയ്യണമെന്നില്ല. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ നിങ്ങൾ പോവുക, ഡൗൺലോഡ് ചെയ്യുക, കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. തൊമ്മ നമുക്കിനി ഫിൽറ്റർ ഉണ്ടാക്കുന്ന കണ്ടാലോ? ഫിൽറ്റർ ഉണ്ടാക്കാൻ പോയാലോ തൊമ്മ? പോവാം. തൊമ്മൻ സമ്മതിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫിൽറ്റർ ഉണ്ടാക്കാനുള്ള സാധനം എല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ. 2 പൈപ്പുണ്ട്, അതുപോലെ ഡ്രം ഏകദേശം 140 ലിറ്റർ വെള്ളം കൊള്ളും. പിന്നെ ഒരു ബക്കറ്റ് ഉണ്ട്, കുറേ ഹാക്സോ ബ്ലേഡ് ഉണ്ട്, പിന്നെ 2 ജോയിൻറ്റ് ചെയ്യാനുള്ള സാധനമുണ്ട്. ഓപ്പണിങ്, ഇതിൻ്റെ എന്താ പേരെന്ന് എനിക്കറിയത്തില്ല. പിന്നെ നമുക്കൊരു ഡ്രില്ലർ ഉണ്ട്. കാര്യം എന്താ വെച്ചാൽ ഈ ഡ്രമ്മ് തുളയ്ക്കാണ്ട് കുറച്ച് പാടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് ശരിക്കും ബക്കറ്റിൻ്റെ ഈ ഒരു സാധനം ആവശ്യമില്ല കേട്ടോ. ബക്കറ്റ് നമ്മൾ ഇങ്ങനെ ഇറക്കി വെക്കുവാണ്. നമുക്കിവിടെ രണ്ട് തുളയിടണം. ഇതിനകത്തൂടെ ഇനി ഇപ്പോൾ ഇതിലുമ്പോഴാണ് വെള്ളം ശരിക്കും നമ്മുടെ ബക്കറ്റിലേക്ക് വീഴുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു തുളയിടാം. നമുക്കപ്പോൾ ബക്കറ്റ് തുളയിടണം. അതുകൊണ്ട് നമുക്ക് തുളയിടാൻ പറ്റിയ വേറെ മെറ്റീരിയൽ ഒന്നുമില്ല. നമുക്ക് ഡ്രില്ലർ വെച്ചൊന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. ഓക്കെ, പെർഫെക്റ്റ്. പൈപ്പ് കയറും. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ ഡ്രമ്മിൻ്റെ അടിയിൽ ഒരു തുളയിടണം. ഓക്കെ, ഇത് കയറി. അപ്പോൾ നമ്മൾ അവിടെ തുളയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ജോയിൻ്റ് അവിടെ കണക്ട് ചെയ്യാം കേട്ടോ. ഇച്ചിരി പണിയാണ്. നമ്മളപ്പോൾ നമ്മുടെ വേസ്റ്റ് കളയാനുള്ള പൈപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ ഒരു തുള ഇടണം കേട്ടോ. അപ്പോൾ നമ്മൾ ബക്കറ്റ് ഫുള്ള് തുള ഇടാൻ പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ബക്കറ്റിൽ ഫുള്ള് തുള ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ഈ ആവശ്യമില്ലായിരിക്കുന്ന പ്ലാസ്റ്റിക് ഒക്കെ കളയണം. കണ്ടല്ലോ, അപ്പോൾ നമ്മുടെ ബക്കറ്റ് നല്ല വൃത്തിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ വെക്കാനായിട്ടൊരു പൈപ്പ് കട്ട് ചെയ്തെടുക്കണം.
ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മേളിൽ ഇവിടെ ഒരു ഹോൾ ഇടണം. പെർഫെക്റ്റ്. അപ്പോൾ നമുക്ക് മേളിലത്തെ വാൽവും കൂടെ കണക്ട് ചെയ്യാം. ഇല്ല ഒരു ഇല്ല, ഇത് വരാൻ ചാൻസ് ഇല്ല ഇവിടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ സെറ്റപ്പ്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മോട്ടറിൽ നിന്ന് പമ്പ് ചെയ്ത് വരുന്ന വെള്ളം ഇതിനകത്തൂടെയാണ് നേരെ താഴേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഈ ലെവലിന് കട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാക്കി പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെയൊക്കെ ലീക്ക് ആകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും അല്ല ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് സിലിക്കോൺ ചെയ്യാൻ പോവാണ്. ഞാൻ ആദ്യമേ അങ്ങ് സിലിക്കോൺ തേച്ച് വിടുവാണേ. നമുക്ക് ഈ സിലിക്കോൺ ഒട്ടിച്ച് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. ഇവിടെയാണ് വെച്ച് നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത്. കാരണം ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെ ആയതുകൊണ്ട് നമ്മളത് ഇവിടെയും കൂടെ ഒട്ടിക്കണം കേട്ടോ. ഇവിടെ നല്ല സ്ട്രോങ് ആണ്, പക്ഷേ എന്നാലും നമുക്ക് ഒന്ന് ഒട്ടിച്ചേക്കാം ഒരു എക്സ്ട്രാ പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മൾ സിലിക്കോൺ ഫുൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇത് ഒട്ടാനായിട്ട് 24 മണിക്കൂർ എടുക്കും. അപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിനകത്ത് നമ്മുടെ ബക്കറ്റൊക്കെ വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ഫില്ല് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം 24 മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ ഗ്ലൂ ഒക്കെ നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇവനെ എടുത്ത് നേരെ നമ്മുടെ കുളത്തിൻ്റെ സൈഡിൽ കൊണ്ട് വെക്കാൻ പോവാണ്. അതിനുശേഷമാണ് നമ്മൾ ബാക്കി എന്താണ് ചെയ്യുന്നത് കാണിക്കുന്നത് കേട്ടോ. തൊമ്മനകത്തിരുന്ന് നല്ല കരച്ചിലാണ് കേട്ടോ. നിങ്ങളിപ്പോൾ കാണുന്ന രാവിലത്തെ വീഡിയോ ആണ്. തൊമ്മനെ നമ്മളകത്ത് ഇട്ടിട്ടില്ല, തൊമ്മൻ ഇടാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഈ ഡ്രം ആണെങ്കിൽ കുളത്തിൻ്റെ പുറത്ത് ഇപ്പുറത്തെ സൈഡിലാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അകത്തെ സ്പേസ് കൺസ്യൂം ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിതേ ഇവിടെ ഡ്രം വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇവിടെ ഒരു തുള ഇടണം. നമ്മളിത് ഇതിലും വഴിയാണ് നമ്മുടെ ഔട്ട് ഫ്ലോ എടുക്കുന്നത് കേട്ടോ. കാണിച്ച് നേരെ ആണെങ്കിലേ കയറത്തുള്ളൂ. ഓക്കെ, പെർഫെക്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്ര സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്തേക്ക് ഈ പൈപ്പിനെ ഇറക്കി വെക്കുക. എന്നിട്ട് ഇതിൻ്റെ ഔട്ട് ഫ്ലോ നമ്മളിത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ സെറ്റപ്പ് ഏകദേശം മനസ്സിലായി കാണും. നമ്മൾ അകത്ത് ബക്കറ്റ് വെച്ചിട്ടുണ്ട്. ബക്കറ്റിനകത്ത് നിന്ന് ഇതുണ്ടോ ഒരു പൈപ്പ് നമ്മൾ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഔട്ട് ഫ്ലോ. നമ്മൾ കുളത്തിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് ഇതിലും വഴിയാണ് അകത്തേക്ക് വിടുന്നത്. വെള്ളം നിറഞ്ഞ് മേളിൽ കൂടെ കുളത്തേക്ക് തിരിച്ചു പോകും. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിലത്തെ ലെയർ ഇടാൻ പറ്റി കുറേ കല്ലുകളാണ്. ഇത് ഈ വലിപ്പമുള്ള കല്ലുകൾ. അത് അവിടെ എടുത്തു. വലിയ വലിയ കല്ലുകളാണ് നമുക്ക് വേണ്ടത്. നല്ലതല്ലേ എടുത്തോണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുണ്ടോ ഈ കല്ലുകളൊക്കെ എടുത്ത് ഇതിൻ്റെ സൈഡിൽ കൂടെ വെക്കും. അപ്പോൾ ഈ കല്ലുകൾ വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേസ്റ്റ് തുറന്നു വിടുന്ന സമയത്ത് അടിയിൽ നിന്ന് നല്ല രീതിയിൽ പ്രഷർ വേണം. അപ്പോൾ നല്ലതായിട്ട് നമ്മൾ മണ്ണൊക്കെ ഇട്ട് നിറയ്ക്കുവാണെങ്കിൽ ചിലപ്പോൾ മണ്ണൊക്കെ ഇതിനിടയ്ക്കൂടെ പോകാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ നല്ലൊരു വാക്വം പോലെ വരും. അപ്പോൾ നമ്മൾ വേസ്റ്റ് തുറന്നു വിടുമ്പോഴേക്കും നല്ല രീതിയിൽ പ്രഷർ വന്ന് വേസ്റ്റ് ഇറങ്ങിപ്പോക്കോളും. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് കൊതുകുവല ഇടാൻ പോകണം കേട്ടോ. ഇത് നമ്മുടെ സാധാരണ കൊതുകുവലയാണ് കേട്ടോ. അപ്പോൾ കൊതുകുവല ഇറക്കി വെക്കുവാണ്. ഇതുപോലെ തന്നെ എടുത്തെടുത്തു. ഇനി വേണം കറക്റ്റ്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ നടുക്കോട്ടങ്ങ് ഇറക്കി വെക്കും. അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ നിന്ന് വന്ന് വീഴുന്നു, അടിയിൽ നിന്ന് നിറയുന്നു. ആദ്യം കല്ലിനകത്തൂടെ മേളിലേക്ക് വരുന്നു. അതിനുശേഷം കൊതുകുവലയ്ക്കകത്ത് കയറിയിട്ട് പിന്നെ ഫിൽറ്റർ ചെയ്ത് മേളിലേക്ക് വരുന്നു. ഇനി ഇതിൻ്റെ മേളിൽ നമുക്ക് ഒരു ലെയർ വലിയ മെറ്റിലിടാൻ പോവാണ് കേട്ടോ. സൈഡോട് പോലെ ഇത് മതി. അപ്പോൾ നമ്മുടെ ഫിൽറ്ററിന്റെ ഡ്രമ്മിന് പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് മോട്ടർ വെക്കാനുള്ളതാണ്. ഇതാണ് കേട്ടോ നമ്മുടെ മോട്ടർ. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതെന്തോ വാൽവുകളൊക്കെയാണ്. ഈ മോട്ടറിൻ്റെ സ്പെസിഫിക്കേഷൻ പറയുവാണെങ്കിൽ JTP 16,000 ആണ് ഇതിൻ്റെ ഫ്ലോർ റേറ്റ്. അതായത് നമുക്ക് ഏകദേശം 16,000 ലിറ്റർ പെർ അവറിൽ നമുക്ക് വെള്ളം ഫിൽറ്റർ ചെയ്തുകൊണ്ടിരിക്കും. നമ്മളിത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇല്ല കുഴപ്പമില്ല. ഓക്കെ, പെർഫെക്റ്റ്.
നമ്മളിനി മോട്ടർ വെള്ളത്തിലേക്ക് ഇറക്കാൻ പോകണം കേട്ടോ. പപ്പ പൈപ്പ് പിടിച്ചോ. ഒരടി, 2 അടി, 3 അടി. നമ്മളൊരു 3 അടി താഴ്ചയിലാണ് മോട്ടർ വെച്ചിരിക്കുന്നത്. ശരിക്കും താത്തി വെച്ചാലുള്ള കുഴപ്പം എന്താ വെച്ചാൽ നമ്മളിതിനടിയിൽ മണ്ണും ചെളിയൊക്കെ ഇട്ടിട്ടുണ്ട്, ഒത്തിരി ചെളി വലിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു 3 അടി താഴ്ച, അതായത് ഒരു 2 അടി താഴ്ചയും കൂടെ താഴെയാണ് ഇനി ചെളിയും മണ്ണും ഒക്കെ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ പമ്പിൽ നിന്നുള്ള ഫ്ലോ ഇതിനകത്തേക്ക് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പൈപ്പ് ഊരി പോകാതിരിക്കാനായിട്ട് നമ്മളൊരു വെയിറ്റിംഗ് കെട്ടിയിട്ടുണ്ട്. നമുക്കിനി ഫിൽറ്റർ ഓൺ ആക്കിയാലോ? ഓണാക്കാം അപ്പേ. മമ്മി ഞാൻ ഇതിനകത്തോട് നോക്കട്ടെ കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ ഡ്രം നിറഞ്ഞിട്ടുണ്ട്. ഡ്രം നിറഞ്ഞ് കഴിയുമ്പോഴേക്കും ഇതുണ്ട്, ഇതിലമ്മ ഔട്ട്ഫ്ലോ നമ്മുടെ പൈപ്പിൽ കൂടെ കയറും. പൈപ്പിൽ കൂടെ കയറിയതിന് ശേഷം അവിടെ നോക്കിക്കണം, അതിലമ്മ നമ്മുടെ കുളത്തിലേക്ക് വീഴും. ഇനി നമുക്കുള്ളൊരു ചെറിയൊരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൂടുതൽ ഓവർഫ്ലോ ആയി പോകുമോ എന്നുള്ളതാണ് നമ്മുടെ ആപ്പാടെയുള്ളൊരു സംശയം. അത് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കണ്ടറിയേണ്ട കാര്യമാണ് കേട്ടോ. കാരണം ചിലപ്പോൾ നമ്മുടെ മോട്ടറിന്റെ പമ്പിംഗ് പവർ കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒരെണ്ണം കൂടെ സൈഡിൽ ഫിറ്റ് ചെയ്യും, നമ്മൾ 2 എണ്ണം കൊടുക്കും. ഗൈസ്, നമുക്ക് ഒരെണ്ണം കൂടെ ഫിറ്റ് ചെയ്യേണ്ടി വരും, കാരണം ഇത് നിറഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ആ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പൈപ്പിനേക്കാളും വലിയ പൈപ്പ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. നമുക്കിവിടെ ഒരു ഔട്ട്ഫ്ലോയും കൂടെ കൊടുക്കാം. ഭയങ്കര കോമഡിയാണ് തുളയിടുന്നതൊക്കെ. നേരെ കയറ്റിക്കോ, എന്നിട്ട് നമുക്ക് ചിരിക്കാം. പെർഫെക്റ്റ്. അപ്പം നമ്മൾ അവിടെ കട്ട് ചെയ്യുവാണ് കേട്ടോ, ആവശ്യത്തിന് നീളം വെച്ചിട്ട്. വെള്ളം തെളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് വെള്ളം ഇറങ്ങി വെള്ളം അങ്ങോട്ട് പൊക്കോളും. അപ്പോൾ കണ്ടല്ലോ ഫിൽറ്റർ എങ്ങനെ ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ തൊമ്മനെ പറപ്പിച്ച് വിടാൻ വേണ്ടി പോവാണ്. തൊമ്മൻ എങ്ങോട്ടാണ് പോകുന്നത് നോക്കിക്കോണേ. തൊമ്മ പൊക്കോ. നമ്മൾ പറപ്പിച്ച് വിട്ടാലും ഇവൻ നമ്മുടെ കൂട്ടത്തിൽ തന്നെയാണ്. ഞാൻ ഒന്നും കൂടെ പറപ്പിക്കാവേ. തൊമ്മ അമ്മ. അപ്പോൾ തൊമ്മ നമ്മൾ പറപ്പിച്ച് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ പുള്ളി ആരെയും കടിക്കത്തില്ല എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. തൊമ്മ പുള്ളി ഫുള്ള് പറക്കുവാണ്, ഇന്ന് പറന്നിട്ടേ ഇല്ല. അപ്പോൾ ഇനി അതിങ്ങെടുത്ത് ഉമ്മ. അപ്പോൾ നമുക്കിന്ന് മീൻ തീറ്റ കൊടുത്താലോ? അപ്പോൾ നമ്മുടെ ഫിൽട്രേഷൻ സിസ്റ്റം നിങ്ങൾ കണ്ടല്ലോ അല്ലേ. നമ്മളിത് കുറേ നേരം ഓൺ ആക്കിയിട്ട് കഴിയുമ്പോഴേക്കും നമ്മുടെ വെള്ളം ക്ലിയർ ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ഞാൻ അതിൻ്റെ അപ്ഡേറ്റ്സ് അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ്. മീൻ തീറ്റ കൊടുക്കാൻ പോകണം കേട്ടോ. കണ്ടോണം, നമ്മൾ വെള്ളം ഓഫ് ചെയ്തപ്പോഴാണ് അവന്മാരെല്ലാം വന്നത് കേട്ടോ. കാരണം ആ വെള്ളത്തിൻ്റെ മൂവ്മെൻറ്റ് ഉള്ളത് കൊണ്ട് ഇവന്മാരെല്ലാവരും അവിടെ കിടന്ന് കളിയായിരുന്നു. ഇവിടെ ഒരാൾ എൻ്റെ ഫോണെ കടിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽപ്പുണ്ട്. തൊമ്മ അവൻ അവിടെ ഇരിക്കുന്നതാണ് എനിക്ക് സേഫ്, അല്ലെങ്കിൽ എൻ്റെ ഫോണെ എല്ലാം കടിച്ചു പറിക്കും. ഇപ്പോൾ മീനുകളെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. നമ്മൾ തിങ്കളാഴ്ച വീഡിയോ ഇടാത്തതാണ്. തൊമ്മനാണോ പോയത്? ഇനി നമ്മുടെ ചൊവ്വാഴ്ചത്തെ സ്ഥിരം വീഡിയോ വരുന്നുണ്ട്. ചൊവ്വാഴ്ചത്തെ സ്ഥിരം വീഡിയോയുടെ പ്രത്യേകം എന്താ വെച്ചാൽ മമ്മിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. അപ്പം മമ്മിയുടെ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ആ ഗിഫ്റ്റാണ് നാളെ. ഗിഫ്റ്റ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ കുളത്തിലും കൂട്ടിലൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റ് ആയിരിക്കും. അപ്പം അത് മിസ് ചെയ്യാതെ കാണാതിരിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്. വേറെ ആർക്കും എന്തെങ്കിലും പറയാനുണ്ടോ? ഇനിയിപ്പോൾ നമ്മളിത് കുറേ നേരമൊക്കെ ഓൺ ആക്കിയിട്ട് കഴിയുമ്പോഴേക്കും തൊമ്മ മൈക്കൊക്കെ അടിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ പോപ്പുലറായ ഗെയിംസായ ഇവനെ ഞാനുണ്ടല്ലോ. ഇനിയിപ്പോൾ കൂടുതൽ വെയിറ്റ് ചെയ്യണമെന്നില്ല. അതെ, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ നിങ്ങൾ പോവുക, ഡൗൺലോഡ് ചെയ്യുക, കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. നമ്മൾ നാളെ ബർത്ത്ഡേയുടെ ഗിഫ്റ്റ് തരാൻ വേണ്ടി പോവാം. അപ്പോൾ എന്തായിരിക്കും, നമുക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എന്തായിരിക്കും, നമുക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എന്താണെങ്കിലും നാളത്തെ വീഡിയോ കണ്ടിട്ടുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും കേട്ടോ. നാളെ എന്ന് പറയുമ്പോഴേക്കും ചൊവ്വാഴ്ച വൈകുന്നേരം 5 മണിക്ക്. തൊമ്മ വീഡിയോ ലൈക്ക് ചെയ്യാൻ പറഞ്ഞേടാ. ലൈക്ക് ചെയ്യാൻ പറയടേ. പറയടാ. തൊമ്മൻ പറഞ്ഞു പഠിച്ചു വരുന്നേ ഉള്ളൂ കേട്ടോ.